വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വർഷം മുന്നേ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ മറന്നുവെച്ച കത്രിക പുറത്തെടുക്കാനുള്ള ശസ്ത്രക്രിയ ഉടൻ എറണാകുളത്ത് ആരംഭിക്കും. എറണാകുളം അമൃത ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടക്കുന്നത്. രാത്രിയോടെ ആശുപത്രിയിലെത്തിയേച്ച ഉഷ ജോസഫിനെ വിദഗ്ധ സംഘം പരിശോധിച്ചിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് അമൃത ആശുപത്രിക്ക് മുമ്പിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, 5 വർഷത്തെ തീരാ ദുരിതം, ആ കത്രിക നീക്കാനുള്ള ശസ്ത്രക്രിയ അതെപ്പോൾ തുടങ്ങും? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് CT സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് തന്നെ ശസ്ത്രക്രിയയിലേക്ക് കടക്കാനാകുമോ എന്നുള്ളതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. വിദഗ്ധ സംഘത്തെ രൂപീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടത്തുക എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഉഷ ആ വേദന സഹിച്ച് നിൽക്കുകയാണ്. ഉഷയുടെ മകനും അതോടൊപ്പം തന്നെ ഭർത്താവും അടക്കമുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. ഉഷ വലിയ ബുദ്ധിമുട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. ഉഷയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകളുണ്ട്. ചേട്ടാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രശ്നം വേദനയുമായി ബന്ധപ്പെട്ടൊക്കെ? അതൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. വർഷത്തെ വേദന ഉണ്ടായിരുന്നു. അതന്നെ ഇപ്പം 5 വർഷമായിട്ട് വേദനയൊക്കെ തിന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആശുപത്രി പോയപ്പോഴൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഉണ്ടല്ലേ. പോയിരുന്നോ? വണ്ടാനത്ത് പോയിട്ടില്ല. പിന്നെ നമ്മളിവിടെ മറ്റുള്ള ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു? മരുന്ന് ഇടയ്ക്കൊക്കെ കഴിക്കുവാൻ. എന്തായിരുന്നു എൻ്റെ വേദന? എങ്ങനെയാണ് അതിൻ്റെ വരുന്നത്? അതിൻ്റെ ഒരു പ്രകടമായ ഭാവം എന്തായിരുന്നു? വേദന അയാൾ തീരെ വയ്യാണ്ടാകുമായിരുന്നു? ഇങ്ങനെ പെട്ടെന്ന് ഇതായിട്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഡോക്ടർമാരെ രണ്ടാമത് കൊണ്ട് കാണിക്കുന്ന ഒരു ഇതാണ്. കാണിച്ചപ്പോഴാണ് അതിനകത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഇതിൻ്റെ കത്രിക ഉണ്ടെന്ന് തെളിയപ്പെട്ടത്. അതിന് എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ ആൾ സംസാരിക്കുന്നോ? വേറെ പ്രശ്നങ്ങളൊക്കെ നോർമലാണോ? കോൺഷ്യസ് ആണ്? ഇതിൽ റൂമിലുണ്ട്. എന്നാലും ഇപ്പോൾ ആശുപത്രി ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. ഓപ്പറേഷൻ ആരും പറഞ്ഞിരുന്നു ഇന്ന് തന്നെ ഉണ്ടാവുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? അതിനൊക്കെ സർജറി ചെയ്യണമെങ്കിൽ ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കാതെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇന്ന് ഇവരെ ആരണ്ടൊക്കെ വന്നിട്ട് നോക്കിയിട്ടേ കാര്യങ്ങളൊക്കെ നടത്താനൊക്കത്തുള്ളൂ. ആശുപത്രിയുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചല്ലോ, ഗുരുതര വീഴ്ച. അതുണ്ട്. നമ്മൾ നിയമ നടപടിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? അതുകൊണ്ടുണ്ട്. പോലീസുകാരൊക്കെ വരുമെന്ന് പറഞ്ഞു. ഉഷയുടെ ഭർത്താവാണ് ജോസഫ്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് വ്യക്തമാക്കുന്നത്. 5 വർഷമാണ് ഉഷ ഈ വേദന സഹിച്ച് കഴിഞ്ഞത്. അതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഈ വിഷയം അറിഞ്ഞ് സ്കാനിംഗ് റിപ്പോർട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ തിങ്കളാഴ്ച വരൂ, നമുക്കിത് പരിഹരിക്കാം, നിങ്ങളിത് മറ്റാരോടും പറയരുത് എന്ന ഗുരുതരമായൊരു പരാമർശം കൂടി അവരുടെ വന്നു വരുന്നു. അങ്ങനെയാണ് ഇന്നലെ ഈ വിഷയം പുറത്തു പറയുന്നു. 24 ആണ് ഈ വാർത്ത പുറത്ത് വിട്ടത്. അതിനുശേഷം KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഇടപെട്ടാണ് ഉഷയെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇന്ന് തന്നെ ശസ്ത്രക്രിയയുടെ നടപടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് നടത്തിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അത് വരുത്തിയ ആളുകൾക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് ഉഷയുടെ കുടുംബം പറയുന്നത്. ഉഷയുടെ ഭർത്താവാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കഴിഞ്ഞ 5 വർഷമായി പ്രകടമായ വേദന ഉഷയ്ക്കുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ ആശുപത്രിയെ സമീപിച്ചിരുന്നു, പുറത്തെ ആശുപത്രിയിലേക്ക് സമീപിച്ചിരുന്നു. അപ്പോഴും ഇതാണ് വസ്തുത എന്ന് മനസ്സിലാക്കില്ല. ഏറ്റവും ഒടുവിൽ ഒരു MRI സ്കാൻ എടുത്തപ്പോഴാണ് ഈ കത്രിക അതിനകത്ത് ഇരിക്കുന്നത് കണ്ടത്. അതിനുശേഷം ഈ സ്കാൻ റിപ്പോർട്ടുമായി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്ന് അനുകൂലമായ നിലപാടുണ്ടായില്ല. പിന്നീട് വരൂ എന്നൊരു മറുപടി മാത്രമാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതിനുശേഷമാണ് ഇത് വാർത്തയായതും പിന്നീട് ആളുകളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതിലൊരു അടിയന്തര നടപടി വേണമെന്ന ആവശ്യം കൂടി ഉഷയുടെ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് രാവിലോടുകൂടി ഉഷയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഉഷ ഇവിടെ അമൃത ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിലാണ് ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന മകനും അകത്തുണ്ട്. മകനാണ് ബൈസ്റ്റാൻഡറായിട്ടുള്ളത്. CT സ്കാൻ അടക്കം പൂർത്തിയായിട്ടുണ്ട്. ഇനി സർജറിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത നടപടി. അത് ഇന്ന് തന്നെ രാവിലെയോടുകൂടി തന്നെ അതിൻ്റെ തീരുമാനം ഉണ്ടാകും. വിദഗ്ധ സമിതി രൂപീകരിച്ചായിരിക്കും ഉഷയുടെ ശസ്ത്രക്രിയ അടക്കം നടത്തുക. ഒരുപാട് ഉദാഹരണങ്ങളായി മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വശത്ത് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള നേട്ടങ്ങൾ പറയുമ്പോൾ മറുവശത്ത് ഇത്തരം നെഗ്ലിജൻസുകൾ വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ ഹർഷീന, അതിനുശേഷം പാലക്കാട് കൈ മുറിച്ച് കളഞ്ഞ കുഞ്ഞ്, അതിനുശേഷം നമ്മൾ തന്നെ പുറത്തുവിട്ട തിരുവനന്തപുരത്തെ ഈ വയറ് കുടുങ്ങിയ ശസ്ത്രക്രിയയിലെ വയറ് കുടുങ്ങിയ സംഭവം, അങ്ങനെ ഒരുപാട് മെഡിക്കൽ നെഗ്ലിജൻസുകളുടെ കേസുകൾ വരുന്നു. അതിലെ ഏറ്റവും അങ്ങേയറ്റത്തെ എന്താ പറയുക വളരെ ബുദ്ധിമുട്ടുള്ള, അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഉദാഹരണം കൂടിയാണ് ഉഷയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഉഷയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ നാടൊന്നാകെ ഉള്ളത്. അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും അവർക്കുണ്ട്. ഒപ്പം ഇതിന് വരുത്തിവെച്ച, അതായത് ഈ ഗതികേടിലേക്ക് അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ദിൽന.
ശരി, ഇക്കാര്യത്തിലെല്ലാം ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ചികിത്സാ പിഴവിൽ ഇപ്പോൾ ഉയരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത 24 പുറത്തുവിട്ടതിന് ശേഷം വലിയ രീതിയിൽ ആളുകളുടെ, രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു ശസ്ത്രക്രിയയിലേക്ക് അമൃത ആശുപത്രിയിൽ അവർ എത്തിക്കുന്നതിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിച്ചത്. 2021 മെയ് മാസത്തിലായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ അവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. 5 വർഷം വേദന തിന്ന് എന്താണ് വേദനയ്ക്ക് കാരണമെന്ന് പോലും അറിയാതെ അവർ കഴിയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ രീതിയിൽ കത്രിക കുടുങ്ങിയ വിവരം അറിയുന്നത്. ശസ്ത്രക്രിയ ഉടൻ തന്നെ അമൃത ആശുപത്രിയിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.